നമുക്ക് നമ്മുടെ പറമ്പിലെ കൃഷിയൊക്കെ കാണാൻ പോയാലോ? എല്ലാവരും വായോ, ഞങ്ങളുടെ പറമ്പിലെ കൃഷിയൊക്കെ കാണിച്ചു തരാം കേട്ടോ. നമുക്കിവിടെ ഏത്തവാഴ കൃഷിയുണ്ട്. ഏത്തക്കൊലയൊക്കെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട്, വിളഞ്ഞിട്ടില്ല, വെട്ടാറായിട്ടില്ല. പിന്നെ ഇവിടെ ഒരു ഓറഞ്ച് മരമുണ്ട്. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഓറഞ്ചാണ്, പക്ഷെ ഭയങ്കര പുളിയാണ്. നമ്മുടെ സാധാ ഓറഞ്ചിൻ്റെ അത്രയും മധുരമൊന്നുമില്ല. ഇത് കായ്ച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ഒന്നും കാണുന്നില്ല. പിന്നെ ഇതൊരു ചെറിയ ഓറഞ്ച് മരമാണ്. ഇതിനകത്ത് ചെറിയ ചെറിയ ഓറഞ്ചുകളാണ്, ചെറുതാണ്, പക്ഷെ ഭയങ്കര പുളിയാണ്. നമുക്ക് ഈ നാരങ്ങ പിഴിഞ്ഞ് വെള്ളം കുടിക്കില്ലേ, അങ്ങനെ കുടിക്കാനൊക്കെ നല്ലതാണ്, പക്ഷെ കഴിക്കാൻ ഭയങ്കര പുളിയാണ്. ഇത് നല്ലൊരു ചെറിയൊരു മരമാണ്. പിന്നെ ഇവിടെ നമുക്ക് ഇരുമ്പൻ പുളിയുണ്ട്. അത് ഞങ്ങൾ ഇതിപ്പം കുറച്ചേ കായ്ച്ചിട്ടുള്ളൂ, നന്നായിട്ട് കായ്ക്കും. അന്നേരം കുറച്ച് അച്ചാറൊക്കെ ഇടും. പിന്നെ ഇവിടെ നമ്മുടെ കപ്പളത്തിൻ്റെ മരമുണ്ട്. ഇഷ്ടംപോലെ കപ്പളങ്ങ പിടിച്ചെടുപ്പുണ്ട്, പഴുത്ത് നിൽപ്പുണ്ട്. പിന്നെ ഇവിടെ കുരുമുളക് കൃഷിയുണ്ട് കേട്ടോ. ഇത് പറിക്കാറായിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ പഴുത്ത് വരുന്നുണ്ട്. ഇനി ഞങ്ങൾ പറിച്ചില്ല, ഇനി പറിക്കണം. പിന്നെ നമ്മുടെ മുറ്റത്ത് തന്നെ നമുക്കൊരു ചെറിയ പ്ലാവുണ്ട്. ഇത് ഈ ചക്ക ആദ്യമായിട്ട് കായ്ച്ചതാട്ടോ, നേരത്തെ കായ്ച്ച്, അപ്പം ഇത് വിളഞ്ഞിട്ടില്ല. അപ്പം ഒരു 5-6 ഉണ്ട്. ഇത് പഴുത്ത് കഴിയുമ്പം ഞങ്ങൾ കാണിക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മുറ്റത്ത് ചെറിയ പ്ലം എന്ന് പറയും, പ്ലമ്മിൻ്റെ വേറെ ഒരു വെറൈറ്റിയാണിത്, ചെറുതാണ്. ഇത് പഴുത്ത് കഴിയുമ്പോൾ നല്ല ചുമന്ന കളറാവും. പിന്നെ ചെറുതായിട്ട് മധുരമുണ്ട്, പ്ലമ്മൊക്കെ കഴിക്കത്തില്ലേ അതേപോലെ. പക്ഷേ ഇതിൻ്റെ കുരു എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കുരുക്കളുണ്ട് അതിൻ്റെ ഭാഗത്ത്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെന്താ പറയുന്നത് കമൻറ്റ് ചെയ്യണേ. എല്ലാ ദിവസവും ഇതിനകത്ത് കാണും കേട്ടോ. പച്ച കുറേയൊക്കെ ഉണ്ട്, പഴുത്ത് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ മുറ്റത്ത് കണ്ട് നല്ല ഒരു സൈസിലൊരു ചെടി നിൽപ്പുണ്ട് കേട്ടോ, നിറച്ചും പൂക്കളുണ്ടാവും, യെല്ലോ കളർ. നല്ല രസം ഇതിനകത്ത് കാണാം, നിറയെ പൂവുണ്ട്. പിന്നെ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഇത് നമ്മുടെ ഒരു ചീരയാണ്. ഇത് ഈ ഷുഗർ ഉള്ളവരൊക്കെ ഇത് തോരൻ വെച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഷുഗറൊക്കെ കുറയും എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. ഇത് ഞങ്ങളും കഴിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ റംബൂട്ടാൻ മരമാണ്, ഇത് കായ്ക്കുന്നതാണ്. പിന്നെ ഇത് ഈ ഒരു മണമുള്ള ഒരു ഇതിൻ്റെ ഇലയൊക്കെ നമ്മൾ കറിക്കകത്തൊക്കെ ഇട്ട് ഈ ഇറച്ചിക്കറിയൊക്കെ വെക്കുമ്പോൾ ഇതിൻ്റെ ഇല ഇട്ടാൽ ഈ ഗരം മസാല ഇടുന്നതിന് തുല്യ. ഇത് വലിയ മരം കേട്ടോ. നമ്മുടെ ഇന്നത്തെ പറമ്പിലെ വിശേഷങ്ങൾ ഇതോടുകൂടി അവസാനിച്ചു. നമ്മുടെ കപ്പളങ്ങ കണ്ടില്ലായിരുന്നോ, കപ്പളത്തോട്ട് ഇതൊരു കപ്പളങ്ങ കിട്ടി, അത് പഴുത്തതായിരുന്നു. അത് ഞാൻ മുറിച്ചു കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയാണ്. നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.